നടക്കുന്ന പ്രോഗ്രാമിലേക്ക്, വെൽനസ് അവയർനെസ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സനിജ് എന്നാണ്, വീട് മൂവാറ്റുപുഴയാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം, ഇന്ന് നമ്മളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്തുള്ള ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിള്, ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കാം, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന, ശരിക്കും പറഞ്ഞാൽ അതിനെ ഒരു അസുഖമായിട്ടൊന്നും ആരും കാണുന്നില്ല, പക്ഷെ ഒരു പ്രോബ്ലം ആയിട്ട് കാണുന്ന ഏറ്റവും വലിയ ഒരു പൈസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ കൂടുതൽ പൈസ ചെലവാക്കേണ്ട സാഹചര്യം, 5ഉം 10ഉം 20ഉം 30ഉം 50ഉം ലക്ഷവും ഒക്കെ മുടക്കുന്ന ഒരവസ്ഥ എന്നുള്ള ഒരു വലിയൊരു പ്രശ്നമാണ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. അതായത് കുട്ടികൾ ഉണ്ടാകാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ സെക്ഷൽ പ്രോബ്ലം. അതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആരും അങ്ങനെ കൂടുതലായിട്ട് പരസ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ പാർട്ട്നേഴ്സിനോട് പോലും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ അവര് മടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് എവിടെ നിന്ന് ഉണ്ടാകുന്നു, ഈ പ്രോബ്ലം എവിടെ നിന്ന് ഉണ്ടാകുന്നു? ഇപ്പൊ ഇത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഉണ്ടാകുന്നുണ്ട്, അല്ലെ? നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ടുപേരിലും ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് തമ്പ് ചെയ്തേ. അങ്ങനെയാണോ? അവര് അങ്ങനെ നമ്മുടെ പ്രോബ്ലം കണ്ടാണെന്ന് പെട്ടെന്നൊന്നും അവരും ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ വീഡിയോയിലുള്ളവരൊന്ന് തമ്പ് ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, താങ്ക് യു. നമ്മൾ രണ്ടുപേരും ചുമന്ന ഷർട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെ? നമുക്ക് തമ്പ് ചെയ്തു, സന്തോഷം, താങ്ക് യു. അപ്പം എന്തായാലും അപ്പൊ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഇത് ഒരു പ്രശ്നമാകുന്നത് നമ്മള് എവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നമാണ്. നമുക്കും അറിയില്ല നമ്മുടെ ഈ പ്രശ്നം എവിടെ നിന്ന് തുടങ്ങി. നമ്മുടെ പാർട്ട്ണർക്കും അറിയില്ല എവിടെ ഇത് തുടങ്ങി. ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ജനിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ, ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങിയ പ്രശ്നമാണ്. കാരണം അമ്മ കഴിച്ച ഭക്ഷണം നമ്മൾ ഈ ഒരു കാര്യത്തിൽ എഫക്ട് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് എവിടെ നിന്ന് തുടങ്ങി എന്ന് ചോദിച്ചാല് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് അവിടെ നിന്ന് മുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്തായാലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ജനിച്ചു പോയല്ലോ. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിനെ സൊല്യൂഷൻ കണ്ടെത്താം? ഈ ഒരുപാട് ലക്ഷങ്ങളും ഒന്നും മുടക്കാതെ നമ്മുടെ ഈ പറയുന്ന സെക്ഷൽ പ്രോബ്ലത്തെയും, മെൻസ് ഇൻഫെർട്ടിലിറ്റി, അതും ആണുങ്ങളുടെ മെയിൽ ഇൻഫെർട്ടിലിറ്റി, ആണുങ്ങളുടെ ഈ പറയുന്ന കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥയും എങ്ങനെ നമുക്ക്, എന്താണ് അതിനൊരു കാരണമെന്നും അല്ലെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നും അതിനെക്കുറിച്ചും നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം. സ്ക്രീൻ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൽ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ചാണ്. അതായത് നമ്മളുടെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാത്ത ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തില് ഏതാണ്ട് 10 മുതൽ 15% ഇതൊരു പഴയ കണക്കാണ്, മാരീഡ് കപ്പിൾസിനെ അഫക്റ്റഡ് ഈ പറയുന്ന ഒരു പ്രശ്നം, അതായത് കല്യാണം കഴിച്ചിട്ടുള്ള ദമ്പതികൾക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന് 27.5 മില്യൺ കപ്പിൾസ് ഈ ഒരു പ്രശ്നത്തിൽ ഇന്ത്യയിൽ സഫർ ചെയ്യുന്നുണ്ട്.
അതില് സ്ത്രീകളുടെ ഒരു ഇതെടുത്താലും 40 മുതൽ 50% വരെ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടും 30 മുതൽ 40% എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച്, വെറും 10% വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇത് ഇന്നിപ്പോ ഏറ്റവും കൂടുതലും സമൂഹത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇതിന് ഒരുപാട് റീസൺസും നമുക്കുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ അടുക്കളയിലുള്ള പ്രശ്നമാണെന്ന് ഞാൻ പറയും. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അത് എങ്ങനെ കഴിക്കണം? ഇപ്പോ സാധാരണഗതിയിൽ നമ്മള് നമ്മുടെ പണ്ടത്തുള്ള കാലഘട്ടങ്ങളില് ഗർഭിണിയായ സ്ത്രീകള് ചോദിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് മസാലദോശ, അല്ലെങ്കിൽ എന്താ പറയാ, മാങ്ങ വേണം എന്നൊക്കെ ആണെങ്കിൽ, ഇന്നിപ്പോ കുഴിമന്തിയാണ്, അല്ലെങ്കിൽ അത് വേണം, ഫാസ്റ്റ് ഫുഡിന്റെ പല പേരുകളും പറഞ്ഞു തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ ഫുഡിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ നമുക്ക് ഇനി അത് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സാധ്യമല്ല എന്ന് തോന്നും. പക്ഷെ ഇപ്പോൾ ഉള്ളവർക്ക് സാധ്യമാണ് വേറൊരു കാര്യത്തിൽ. അതായത് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. ഓക്കെ. അപ്പോ നമ്മളെ സംബന്ധിച്ചുള്ള ഒട്ടനവധി റീസൺസ് നമുക്ക് ഈ കുട്ടികൾ ഉണ്ടാകാത്ത ഉള്ള പ്രശ്നങ്ങൾക്കുണ്ട്. അതിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ സ്മോക്കിംഗ് ഉണ്ട്, ആൽക്കഹോൾ, ഇപ്പൊ മദ്യപാനം, അതുപോലെ തന്നെ അമിതവണ്ണം, നമ്മുടെ ശരീരം ഓവറായിട്ട് ചൂടാവുക എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി, നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഡയബറ്റിക് ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും തൈറോയിഡ് എന്ന് പറയുന്നതിനെ വളരെ നിസ്സാരവൽക്കരിച്ചിട്ട് കാണാറുണ്ട്. ഒന്നാലോചിക്ക്, നമ്മള് നമ്മളുടെ ശരീരത്തിലുള്ള പല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, ഇപ്പൊ നമ്മളെല്ലാവരും വിചാരം ബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ തൈറോയിഡ് എന്ന് പറയുന്നത്. ഈ തൈറോയിഡ് നമ്മളുടെ ഈ പറയുന്ന റീപ്രൊഡക്ഷൻ, അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുക, അതായത് നല്ല ടെൻഷനുള്ള ജോലി, നല്ല ആകെ ടെൻഷൻ അടിച്ചിട്ട് ഭയങ്കര എപ്പോഴും നമുക്ക് ടെൻഷനും അതുപോലെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ, അത് ഗ്യാസ്ട്രിക് ഡിസോർഡർ, അങ്ങനെ സ്റ്റീറോയിഡ്, അതായത് നമ്മൾ അമിതമായിട്ട് സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള ഗുളികകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതിന്റെ പ്രധാനമായിട്ടും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കുടുംബജീവിതത്തില് ഇതുപോലൊരു അവസ്ഥ, എപ്പോഴും നമ്മൾ ടെൻഷൻ അടിച്ചിട്ട്, ഒന്ന് ആലോചിച്ച് നോക്കുക, ടെൻഷൻ അടിച്ച് ആകെ പ്രശ്നമായിട്ട് ഇങ്ങനെ ഒരു കുടുംബജീവിതമാണ് നമുക്കെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വീട്ടിലോട്ട് വരണം എന്ന് തന്നെ തോന്നില്ല, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോ ഈ കൂടുതലും നമുക്കിത് അറിയാനായിട്ട്, സെക്ഷൽ പ്രോബ്ലമോ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയോ ഉള്ളവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ പെട്ടെന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം മദ്യം കഴിച്ച് വീട്ടിൽ വരുന്നവരൊന്ന് ശ്രദ്ധിച്ചറിയാം. അവര് ഏറ്റവും ലേറ്റ് നൈറ്റ് ആയിട്ട്, ഇപ്പം നമ്മുടെ ഈ മദ്യശാലകളൊക്കെ, ബാറൊക്കെ അടച്ചിട്ട് അവിടെ നിന്ന് ഓട്ടോയൊക്കെ വിളിച്ച് വീട്ടിൽ വരുന്നു, 4 കാലയിൽ വരുന്നു. ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവരുടെ ഈ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് സമൂഹത്തിൽ കാണുമ്പോൾ ഇതിന്റെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പരിധി വരെ, ഒരു 50 മുതൽ 70% വരെ ആളുകൾക്ക് ഈ ഒരു പ്രശ്നം അവർ അലട്ടുന്നുണ്ടാവും. അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന, ഒന്നാലോചിക്കുക, സമൂഹത്തിൽ എത്രയോ ആളുകൾ ഈ പറയുന്ന സെക്ഷൽ പ്രോബ്ലമും ഇൻഫെർട്ടിലിറ്റിയും അനുഭവിക്കുന്നുണ്ട്. അപ്പോ ഈ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ കുറവ് മൂലമാണ്. ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ വൈകല്യം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ, ലൈംഗിക സ്ത്രൈണത കൂടുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് കണ്ടുവരുന്നതാണ്. നമ്മളിപ്പോ കൂടുതലായിട്ട് നമ്മള് ബ്രോയിലർ ചിക്കനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോ ദാമ്പത്യ പ്രശ്നങ്ങൾക്കും ഒക്കെ പ്രധാനപ്പെട്ട കാരണം ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ കുറവാണ് പുരുഷന്മാരിൽ. അപ്പൊ ഇവർക്ക് പ്രധാനമായിട്ട് ഇതിന്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഹെയർ ലോസ്, നമുക്ക് തലമുടി കൊഴിയാനായിട്ടുള്ള സാധ്യതയുണ്ട്, മൂഡ് ചേഞ്ചസ് ഉണ്ടാവും. എപ്പോഴും നമ്മള് ഒരു ഹാപ്പി മൂഡിലൊന്നും ആയിരിക്കില്ല, എപ്പോഴും ഒരു മൂഡ് ചേഞ്ചിങ്ങിന് മാറിക്കൊണ്ടേയിരിക്കും. നല്ല നല്ല തടിയായിരിക്കും, ഓവർ വെയിറ്റ് ഉണ്ടാവും, നമുക്ക് വെല്ലുകൾക്കൊക്കെ
ബലക്കുറവുണ്ടാകും. അതുപോലെ എറക്ഷൻ, ഉദ്ധാരണ ശേഷിക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ടാവും. അപ്പോ അനീമിക്ക, അതായത് മീൻസ് നമ്മൾ വിളറി ഇരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും. മെമ്മറി പവർ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. മസില് കുറയാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. ആഹ് ആഹ് നമുക്ക് ഈ സെക്ഷുവൽ കാര്യങ്ങളോട് വളരെയധികം താല്പര്യക്കുറവ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെമന്റെ ആ വോളിയം കുറവുണ്ടാകും. അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുടെ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ കാരണം എന്ന് പറയുന്നത് ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോണിന്റെ കുറവ് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളുടെ സമൂഹത്തില് ഈ ഒരു ഹോർമോണിന്റെ വൈകല്യം കൊണ്ടുണ്ടാകുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾ, ഡിവോഴ്സ്, ഒന്ന് ആലോചിച്ച് നോക്കിയ നമുക്ക് അങ്ങനെയുള്ള ഒത്രയധികം പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നുള്ളത്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് തെറ്റായ കുറെ നമ്മുടെ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരുപാട് നമുക്ക് സമൂഹത്തിൽ കിട്ടുന്ന കുറെ അധികം പ്രോഡക്റ്റുകളും മറ്റും ഒക്കെ ഉണ്ട്. അതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകളും ഒക്കെ ഉള്ള പല പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, പല ഗുളികകളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ താൽക്കാലികമായ ഒരു ശമനം മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ടു ഡേഞ്ചറസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് നമ്മളെ അടുക്കളയിൽ ഉള്ള പ്രശ്നമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോ കൃത്യമായിട്ട് അത് സമീകൃത ആഹാരങ്ങള് ഒക്കെ പണ്ട് നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളിപ്പം അങ്ങനെയൊന്നും നമ്മൾ കഴിക്കുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ വിശദമായ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഈ കഴിക്കാൻ പറ്റാത്തത് എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അധികം പ്രശ്നങ്ങള് നേരിടുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് കണ്ടുപിടിച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ സജീവ് കുമാർ. അദ്ദേഹം എത്തനോ മെഡിസിനിലെ സയന്റിസ്റ്റ് ആണ്. ഫുഡ് ഈസ് ഈക്വൽ ടു മെഡിസിൻ, അതായത് അന്നം ഔഷധമാണ്. നാം കഴിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മളുടെ ഔഷധം എന്ന് പറയുന്നത്. ഇദ്ദേഹം കണ്ടുപിടിച്ചുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കേഷനുള്ള കുറച്ചധികം സപ്ലിമെന്റ്സുകളുണ്ട്. അതായത് ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കേഷന് എന്ന് പറയുന്നത്, നിങ്ങളത് ജസ്റ്റ് ഒന്ന് അറിയണം എന്തിനാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്താണെന്നും അത് കഴിക്കേണ്ട ആവശ്യകത എന്താണെന്നും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലെ, സമീകൃത ആഹാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കാനൊക്കെ പണ്ട് പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ രാവിലെ ദോശ കഴിക്കുന്നു, ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കഴിക്കുന്നു, അല്ലെങ്കിൽ ചിക്കനോ ബീഫോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു, വൈകുന്നേരം ഇതുപോലെ ചോറോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഒരുപാട് സാധനമുണ്ട്. കാൽസ്യം വേണം, മഗ്നീഷ്യം വേണം, ഫോസ്ഫറസ് എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് അയൺ വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഈ കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. എന്തിനാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ ബെനിഫിറ്റ് ഉള്ള ഈ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ ഇപ്പോ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ കഴിക്കേണ്ടത് എന്തിനാന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ഡെഫിസിറ്റ് വരുമ്പോൾ, ഈ കുറവ് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കും. ആ കിടന്ന് അതിന്റെ ഒരു പ്രശ്നം കൊണ്ടുണ്ടാകുന്ന വലിയൊരു പ്രശ്നമായിട്ട് ഭാവിയിലേക്ക് അത് വരാം. അപ്പോ ഇത് നമ്മളെ സംബന്ധിച്ച് ഫുഡ് ഫോർ സ്പെഷ്യൽ മെഡിക്കൽ പർപ്പസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഡോക്ടർ സജീവ് കുമാർ നമുക്ക് വേണ്ടി തരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഇത് ഓരോ സപ്ലിമെന്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിസിറ്റ് വരുന്ന കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് പോകും. അതിനാണ് ആക്ച്വലി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ നമ്മൾ സപ്ലിമെന്റ്സ് നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അറിയുന്നത് മെഡിസിനൽ വാല്യൂ ഉള്ള സപ്ലിമെന്റ് ആണ് അല്ലെ. ഡോക്ടേഴ്സ് വരെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ്. അതിന്റെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 100-ൽ താഴെ കമ്പനികൾക്ക് മാത്രമാണ് ഈ സർട്ടിഫിക്കേഷൻ ഉള്ളത്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും തന്നെ ഓൾമോസ്റ്റ് ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് 100% നാച്ചുറൽ ആണ്, 100% ഹെർബൽ ആണ്, 0% കെമിക്കൽ ആണ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒന്നും തന്നെ ഇല്ല, കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നുള്ള ഏറ്റവും ഇത് സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. പ്രൂവൺ റിസൾട്ട് ആണ്, ഒട്ടനവധി റിസൾട്ടുകൾ നമുക്ക് കാണിക്കാനായിട്ട് ഉണ്ടെന്നതാണ്. ഡോക്ടർ സജീവ് കുമാറിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് കയറി ഒന്ന് സെർച്ച് ചെയ്യുക. അന്നം ഔഷധം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. കൃഷിദീപം എന്ന് പറയുന്ന പരിപാടി നിയമസഭാ പ്രോഗ്രാമിൽ നിയമസഭയിൽ കളകൾ കൊണ്ട് സദ്യ ഉണ്ടാക്കിയ ഒരു പിക്ചറൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ചൊറിതണം, അതുപോലെ തന്നെ നമ്മുടെ മഷിത്തണ്ട്, പ്ലാവില,
അങ്ങനെ നമുക്ക് ഒരുപാട് നമ്മളുടെ ചുറ്റുപാടുള്ള കളകൾ എന്നും പറഞ്ഞ് നമ്മൾ കളയുന്ന ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ MLA മാർക്കും മന്ത്രിമാർക്കും കൊടുത്തതിന്റെ ഒരു പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ ഡോക്ടർ സജീവ് കുമാർ എന്ന് പറയുന്നത്. എത്നോ മെഡിസിനിലാണ് അദ്ദേഹം ഇതിന്റെ PhD എടുത്തിരിക്കുന്നത്. എത്നോ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം ഈ ഇലകളില് ഇപ്പൊ നമ്മൾ ഇപ്പൊ ആയുർവേദം എന്നൊക്കെ പറഞ്ഞ സമൂലം ഇടിച്ചു പിഴിഞ്ഞ് നമ്മൾ അങ്ങനെ കഴിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ തിളപ്പിച്ച് കഴിക്കുക, അതൊക്കെ ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ ഇതിപ്പോ ഒരു വൃക്ഷത്തിന്റെ ഇലയിൽ എന്താണ് ഗുണം, അതിന്റെ തണ്ടിൽ എന്താണ് ഗുണം, അതിന്റെ വേരിൽ എന്താണ് ഗുണം, അതിന്റെ പൂവിൽ എന്താണ്, കായിൽ എന്താണ്, അങ്ങനെയുള്ള ഗുണങ്ങളുടെ ഫൈറ്റോ ന്യൂട്രിയൻസിനെ വേർതിരിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ആക്ച്വലി എത്തനോ മെഡിസിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആയുർവേദത്തിന് ഒരു ആന്റിബയോട്ടിക് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു കോംബോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇപ്പോൾ മാസ്റ്റർ ടീ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിലെ നമുക്ക് ഏറ്റവും നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ പറയുന്ന സെക്ഷൽ പ്രോബ്ലത്തെയും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി, കുട്ടികൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തെയും പരിഹരിക്കാൻ, ഇപ്പൊ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞതല്ലേ, ആ ഒരു ഹോർമോണിന്റെ കുറവ് പരിഹരിക്കാൻ പറ്റുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കേഷൻ ഉള്ള പ്രോഡക്റ്റ് ആണ് മാസ്റ്റർ ടീ എന്ന് പറയുന്നത്. ഇതിപ്പോ ഇതിനകത്ത് നമുക്ക് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കിയറിയാം. എല്ലാം നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ചുറ്റുപാടും ഉള്ള അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. വേറെ പുറമേ നിന്നുള്ള സാധനങ്ങളൊന്നും തന്നെയല്ല. ഇപ്പൊ ഗ്രൗണ്ട് നട്ട്സ് ആയിക്കോട്ടെ, ബദാമായിക്കോട്ടെ, കാഷ്നട്ട്, ആപ്രിക്കോട്ട്, അങ്ങനെ വേണ്ട നമ്മുടെ ടർമറിക്, ഇതെല്ലാം നമ്മളുടെ ചുറ്റുപാടും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ, ഇതിന്റെ ഫൈറ്റോ ന്യൂട്രിയൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റിന്റെ ഗുണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ സൊല്യൂഷൻ? ഇപ്പൊ ഒന്ന്, നമ്മൾ ഇപ്പൊ പുരുഷന്മാരിൽ കാണുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആണ് ആക്ച്വലി നമ്മളുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് കൂട്ടാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീജത്തിന്റെ ചലനം ശേഷി, അതുപോലെ തന്നെ അതിന്റെ എണ്ണമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് പൗരുഷം നിലനിർത്താനായിട്ട്. ഇപ്പോ ഇത് സെക്ഷൽ പ്രോബ്ലത്തിന് വേണ്ടി മാത്രമല്ല, അതല്ലാതെ ഇപ്പോ ഹെയർ ലോസ് വരുന്നുണ്ടെങ്കിൽ ആ ഹെയർ ലോസിന് നമുക്ക് ഇത് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താം. അപ്പൊ നമുക്ക് താടി, മീശ അങ്ങനെയുള്ള അങ്ങനെ കുറവൊക്കെ ഉണ്ടെങ്കിൽ, അതായത് യഥാർത്ഥത്തിലുള്ള ഒരു മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒട്ടനവധി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ. അതുപോലെ ഇപ്പൊ നമുക്ക് സ്ത്രൈണ സ്വഭാവമൊക്കെ ഉള്ള ആളുകൾക്ക് ഇതാണെങ്കിൽ അതിലേക്ക് ഒരു ഇങ്ങനെ മാറി വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിന്റെ കുറവ് കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ സെക്ഷൽ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഈ പ്രോഡക്റ്റ് ഞാൻ പറയുന്നു 100% റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സെക്ഷൽ പ്രോബ്ലത്തെയും, അതുപോലെ തന്നെ ഡിവോഴ്സ് കേസിലൊക്കെ വരുന്നപ്പോൾ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഡിവോഴ്സ് കേസിന്റെ ഒരു 50-60% കാരണം ഈ കുടുംബ ബന്ധത്തില് അല്ലെ ദാമ്പത്യ ജീവിതത്തില് ബെഡ്റൂമിലുള്ള പല പ്രശ്നങ്ങളും കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ, ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പൊ പലരും എനിക്ക് ഈ പ്രശ്നം ഇല്ല, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ ഇത് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇപ്പൊ വിവാഹം ആലോചിച്ച് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 25 വയസ്സിനും 30 വയസ്സിനിടയ്ക്ക് ആളുകൾ നിർബന്ധമായും ഇത് കഴിച്ചിരിക്കണം. കാരണം നല്ലൊരു ആരോഗ്യമുള്ള ഒരു ബീജം ഉൽപ്പാദിപ്പിക്കാൻ ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി ഒരു പ്രശ്നം ഇല്ലെങ്കിലും ഇത് ധൈര്യമായിട്ട് കഴിക്കാം. ശാരീരികപരമായിട്ടുള്ള ഒരു പൗരുഷം നിലനിർത്തുന്നതിന് വളരെ ഉപകാരമാണ്. ഇനി ആർക്കിത് കഴിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഏജ് ഓവറായിട്ട്, അപ്പൊ അതായത് മീൻസ് ഏജ് ഓവർ മീൻസ് നമ്മൾ ഒരു 50 വയസ്സ് 60 വയസ്സുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇത് വളരെ എഫക്റ്റീവ് ആണ്. ഞാൻ എന്തോ എഫക്റ്റീവ് എന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, പക്ഷെ ഞങ്ങളൊന്ന് കഴിച്ചു നോക്കുക. അതിന്റെ
യഥാർത്ഥത്തിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 ഗ്രാം വീതം തേനിലോ നെയ്യിലോ മിക്സ് ചെയ്തിട്ടാണ് രാവിലെയും വൈകുന്നേരമാണ് കഴിക്കേണ്ടത്. ഇതിനോടൊപ്പം ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതാണ്. ഇനി പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാല് കുടിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. കുടിച്ചാൽ നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മദ്യപാനം ഒഴിവാക്കണം. കാരണം നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളിത് കഴിക്കാൻ. മദ്യപാനം ഒഴിവാക്കണം. ചായ, കോഫിയൊക്കെ അത്യാവശ്യം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, കുറയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ കൃത്രിമമായിട്ടുള്ള മധുര പദാർത്ഥങ്ങൾ കുറയ്ക്കുന്നതും നല്ലതാണ്. അപ്പോ ഇതാണ് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിനൊപ്പം തന്നെ കോമ്പിനേഷൻ ആയിട്ട് ഇത് പ്രധാനമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന മാസട്ടി എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് ആണ് ആയുർ ഇമ്മ്യൂണോജൻ എന്ന് പറയുന്ന ഇംജൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15ഓളം പ്ലാന്റ്സിന്റെ എക്സ്ട്രാക്ട് ആണ്. ഈ പറഞ്ഞ പോലെ ഫൈറ്റോന്യൂട്രിയൻസിന്റെ എക്സ്ട്രാക്ട് ആണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. ഇതും ഞാൻ ആദ്യം പറഞ്ഞ ഇതുപോലെ നമ്മളുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ളതും വീട്ടിൽ ഉപയോഗിക്കുന്ന പാടലോടകം, നീം ലീഫ്, അശ്വഗന്ധ, ബാംബു ഷൂട്ട്, ബ്ലാക്ക് പെപ്പർ, ഗാർലിക്, ചുക്ക്, ഇരട്ടി മധുരം, അങ്ങനെ ഒഴിഞ്ഞ വയമ്പ്, വാട്ടർ സ്പിനാച്ച്, അങ്ങനെ തുടങ്ങിയ 15ഓളം പ്രോഡക്റ്റിന്റെ എക്സ്ട്രാക്ട് ആണ്, പ്ലാന്റ്സിന്റെ എക്സ്ട്രാക്ട് ആണ് ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് എന്ന് പറയുന്നത് ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി പവർ ആണ്. ഇനി നെർവ്സിനെ ഇത് റീജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ഞരമ്പുകളെ ഇത് പുനരുജ്ജീവിപ്പിക്കും. അപ്പോൾ നമുക്കറിയാം, അതുപോലെ തന്നെ സെക്ഷൽ പ്രോബ്ലത്തെ ഇത് പരിഹരിക്കാനായിട്ട് ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ്, പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നെർവ് സിസ്റ്റത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഞരമ്പുകളെയും ഒക്കെ വളരെയധികം റീജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ സ്ട്രെസ് സ്റ്റേ നമ്മൾ പറഞ്ഞില്ല, ചില കാരണങ്ങൾ ഇത് ഒരു കാരണമാണ്. സ്ട്രെസ് കുറയ്ക്കാനായിട്ട്, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് ഇത് വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ ഇതിന് ശ്വാസതടസ്സം, റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഈ ആയുർ ഇമ്മ്യൂണോജൻ എന്ന് പറയുന്ന നമ്മുടെ പ്രോഡക്റ്റ്. ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവർക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. ഇതാണ് ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത്. രാവിലെയും ഇത് ക്യാപ്സൂൾ രൂപത്തിലാണ്, രാവിലെയും വൈകുന്നേരം ഓരോന്ന് വീതമാണ് ഉപയോഗിക്കേണ്ടത്. ദെൻ ഏറ്റവും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് സമീകൃത ആഹാരത്തെ കുറിച്ച് പറഞ്ഞത്. ന്യൂട്രാസ് കുട്ടികൾ പറയുമ്പോൾ നമ്മുടെ ആയുർ ന്യൂട്രിയൻ വിറ്റയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ന്യൂട്രിയൻ വിറ്റ എന്ന് പറയുന്ന നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫുഡാണ്. കംപ്ലീറ്റ് ഫുഡ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫുഡാണ് ന്യൂട്രിയൻ വിറ്റ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാല് ട്യൂമർ ആയിട്ടുള്ള കോശങ്ങളെയൊക്കെ നശിപ്പിച്ച് പുതിയ കോശങ്ങളെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വളരെയധികം എഫക്റ്റീവ് ആണ്. അതുപോലെ മഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, അയൺ ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, എന്ന് വേണ്ട നമ്മളുടെ സകല നാഡീ ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഇതാണ്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട്. ഇതും ഈ പറഞ്ഞ പോലെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ ഉള്ളവർ ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള പ്രോബ്ലത്തെയും ഒക്കെ പരിഹരിച്ച് അസ്ഥികൾക്ക് ബലം നൽകുന്ന ഈ പറഞ്ഞ പോലെ വളരെ ആക്റ്റീവായിട്ടിരിക്കാനും എനർജി നൽകാനും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആയുർ ന്യൂട്രിയൻ വിറ്റ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന 18ഓളം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇത് വൈറ്റ് ബീൻസ്, ഗ്രീൻ ഗാം, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മുതിര, റാഗി, ജീരകം, ഉഴുന്ന്, എള്ള്, കടല, ചെറുപയർ, വെള്ളപ്പയർ തുടങ്ങിയിട്ടുള്ള അങ്ങനെ വീറ്റ് ഗ്രാസ് തുടങ്ങിയ കുറെ 18ഓളം ഇതിന്റെ ഫൈറ്റോ ന്യൂട്രിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്. പിന്നെയുള്ളത് അശ്വഗന്ധ എന്ന് പറയുന്നതാണ്. അശ്വഗന്ധ നിങ്ങൾക്കറിയാം, ആയുർവേദത്തിൽ ഏറ്റവും സെക്ഷൽ ഡിസോർഡർ ഉള്ളവർക്ക് ഏറ്റവും നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് അശ്വഗന്ധ എന്ന് പറയുന്നത്. ഇതും ടാബ്ലറ്റ് രൂപത്തിലുള്ളതാണ്. ഇതും നമ്മൾ ഇതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കോംബോ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെയധികം സക്സസ് ആയിട്ട് നമുക്ക് പോരാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് 3.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 18 വർഷമായിട്ട് കുട്ടികൾ ഉണ്ടാകാതിരുന്നവർക്ക്, അപ്പൊ നമ്മള് ഇതെല്ലാം നമ്മളുടെ കൂടെ ഈ പ്രോഡക്റ്റ് കഴിക്കുന്ന ആളുകളോ നമ്മുടെ കൂടെ ഈ ഓക്സി വെൽനസിന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. വെറുതെ നമ്മൾ പോയി വന്നിരുന്ന് നമ്മള് രാവിലെ ഇപ്പൊ പുട്ടുണ്ടാക്കുന്ന പോലെ തള്ളേണ്ട കാര്യമൊന്നുമില്ല. 18 വർഷമായിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാഹചര്യം ഈ പറയുന്ന മാസ്റ്റർ ടീയിലൂടെ, ഈ പറഞ്ഞ കോമ്പിനേഷനിലൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആകെ കൂടെ അവർക്ക് ചെലവ് വന്നത് വളരെ കുറഞ്ഞ പൈസ, 10,000 രൂപയ്ക്ക് താഴെ മാത്രം 3 മാസം മാത്രമാണ് അവർ എന്ത് ചെയ്തോളൂ ഇത് കഴിച്ചോളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ചുറ്റുപാടും ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു കുട്ടികളുണ്ടാകാത്ത ഒരാൾക്ക് 10,000 രൂപ താഴെ എന്നൊക്കെ പറയുന്നത് എത്രയോ കുറഞ്ഞ എമൗണ്ടാ. കാരണം 10 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം ഒക്കെ മുടക്കി അവർ ഇനി കുട്ടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കുടുംബമാണ്. റാന്നിയിലാണ് അവരുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഇത് ഒരു 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 കാര്യം മാത്രമാണല്ലോ ഞാൻ പറഞ്ഞത്. എത്രയും കൂടിയ നമുക്ക് റിസൾട്ട് കിട്ടിയ ഏറ്റവും കൂടിയ ഒരു ഇത് വന്നത് അവർക്ക് മാത്രമാണ്. ബാക്കി എല്ലാവർക്കും 5 വർഷം 6 വർഷം അങ്ങനെയൊക്കെ വന്ന്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പ്രൂവൺ റിസൾട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർക്കും കഴിക്കാം. അതായത് പുരുഷന്മാരായിട്ട് വരുന്നത് ആർക്കും ഇത് കഴിക്കാൻ പറ്റും. ഇനി കുട്ടികൾക്ക്, ഞാനത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മാസ്റ്റർ ടീ കൊടുക്കുന്നുണ്ട്. ഈ സെക്ഷൽ പ്രോബ്ലം മാത്രമല്ല ഇത് പരിഹരിക്കുന്നത്, അത് അവരുടെ ഒരു പൗരുഷം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ തടി മീശയൊക്കെ വേണമെന്നൊക്കെ, അതും മസിലുകളൊക്കെ ഉണ്ടാവാനും അത് പഠനത്തെ സഹായിക്കാൻ വരെ, അവരുടെ കോൺഫിഡൻസ് കൂട്ടാൻ വരെ സഹായിക്കുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണ്. അതിന്റെ അനുഭവമാണ്. എന്റെ മകൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. അവന് ഞാൻ ഇത് കൊടുത്തതിന് ശേഷം ഇപ്പോഴും ആള് കഴിക്കുന്നുണ്ട്. ആ കഴിച്ചതിന് ശേഷമുള്ള വ്യത്യാസം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അവൻ +2 ഇപ്പൊ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവന് തടിമീശയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പുള്ളി അതൊക്കെ വന്നു തുടങ്ങി ഗംഭീരമായിട്ട്. അപ്പൊ ആ അനുഭവം കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എല്ലാവരും ഉറപ്പായിട്ടും റിവ്യൂ തരാം ഉറപ്പായിട്ട് തരാം. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. ഇത് കേട്ടുകൊണ്ടിരുന്നവരെ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ പറഞ്ഞ പ്രോഡക്റ്റുകളൊന്ന് ഉപയോഗിച്ചു നോക്കുക. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഉപയോഗിച്ചു നോക്കുക. ഈ ഉപയോഗിച്ചതിന്റെ റിസൾട്ട് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ നിങ്ങൾ ധൈര്യമായിട്ട് റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊന്ന് കഴിച്ചു നോക്കുക എന്നുള്ളതാണ്. ഈ പ്രശ്നം ഇല്ലാത്തവർക്കും കഴിക്കാം, ഒരു പ്രശ്നമില്ല. സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്തുള്ള ആളുകളോട് നിങ്ങൾ സംസാരിക്കുക. അവർ പറഞ്ഞു തരും, അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ ആൻസർ തരാവുന്നതാണ്. നാളെയും നമ്മുടെ ഈ സെഷൻസ് ഉണ്ട്, വൈകുന്നേരം 9 മണിക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.